ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ഞാൻ ബൂസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിലേക്കായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, മുട്ട 3 എണ്ണം, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പഞ്ചസാര 1/4 കപ്പ്, ഒരൽപ്പം നെയ്യ്, ആവശ്യത്തിന് ബൂസ്റ്റ്, മൈദ അരിച്ചെടുക്കാം. ഇത് മെഷർമെൻറ്റ് കപ്പാണ്. ഇതിൽ 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദ എടുക്കുമ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് അളവിന് തന്നെ എടുക്കണം. കറക്റ്റ് 1 കപ്പ് തന്നെ ആയിരിക്കണം. മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദാമാവ് ഇത് മൂന്നും കൂടെ കൂട്ടിയാണ് ഒരുമിച്ച് അരിച്ചെടുക്കുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഇത് ഒരുപോലെ വരുന്നതിലേക്ക് വേണ്ടിയാണ്. നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അരിച്ചിട്ട് കഴിഞ്ഞു. അടുത്തായി നമുക്ക് മുട്ട എടുക്കാം. മുട്ട ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ മിക്സിയിലാണ് മുട്ട അടിച്ചെടുക്കുന്നത്. നമുക്ക് ആവശ്യമായ 3 മുട്ട ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് മിക്സിയിൽ നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ മീഡിയം മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര തന്നെയാണ് ആവശ്യം. ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആവശ്യം ഒരു വലിയ ബൗളാണ്. ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ല രീതിയിൽ പൊടിച്ചതാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുക. നല്ല ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ സ്പൂണാണ് യൂസ് ചെയ്ത് ഇളക്കുന്നത്. അത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നതാണ്. നല്ല രീതിയിൽ നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളതിനെ ഒരേ സൈഡിൽ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഇളക്കേണ്ടത്. ബീറ്ററാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് പതഞ്ഞ് കിട്ടുന്നതാണ്. ഇതിൻ്റെ സ്മെല്ല് മാറുന്നതിലേക്ക് വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഉപയോഗിക്കാം. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം.
നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. 2 എസൻസ് നല്ല രീതിയിൽ അതിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പിടുന്നത് പഞ്ചസാരയുടെ മധുരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഉപ്പും 2 എസൻസും എല്ലാം നല്ല രീതിയിൽ ഇളകി വരുന്നതാണ്. ഇതിൽ നമുക്കടുത്തത് കുറേശ്ശെ മാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല രീതിയിൽ അത് ഇളകി വരുന്നതിലേക്ക് വേണ്ടി ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുക. നല്ല രീതിയിൽ മിക്സായി വരുമ്പോൾ ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇട്ട് ഇളക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഇളക്കി അടുത്ത് നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇട്ട് കൊടുക്കാം. ആ മാവ് കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ പഴഞ്ഞു വരുന്നതാണ്. ഞാൻ എല്ലാം സാധാരണ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുന്നത് കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ്. അതിൻ്റെ ബബിൾസ് എല്ലാം നിൽക്കാതെ പുറത്ത് പോയി നല്ല രീതിയിലായി വരും മാവ്. ഈ മിക്സിലേക്ക് ഞാൻ ബൂസ്റ്റ് ചേർക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ പാക്കറ്റ് ബൂസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് ബൂസ്റ്റ് അതിൽ തട്ടുന്നുണ്ട്. പാക്കറ്റ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ ബൂസ്റ്റ് യൂസ് ചെയ്താൽ മതിയാകും. അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ നമ്മുടെ ബൂസ്റ്റിൽ എത്തുന്നതിലേക്ക് വേണ്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. കണ്ട ഇളകി വരുന്നത് നല്ല രീതിയിലാവുമ്പോൾ ആ ബൂസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെ മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേപോലെ ബൂസ്റ്റ് പുരളുമ്പോൾ മാത്രമേ ഇളക്കി വരുമ്പോൾ മാത്രമേ കേക്ക് ചോക്ലേറ്റ് കേക്കായി തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിത് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി കുക്കർ എടുക്കാം. ഞാൻ ഈ ചെറിയ കുക്കറിലാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിലേക്ക് ആദ്യം കുക്കർ ഞാൻ അല്പം ചൂടാക്കിയിട്ടുണ്ട്. അല്പം ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് ഒരു ശകലം നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ പറ്റുക. വെളിച്ചെണ്ണയേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇത് രണ്ടുമാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നെയ്യാണ്. 1/2 ടീസ്പൂൺ നെയ്യ് മതിയാകും. കുക്കർ ചൂടായിരിക്കുന്നതുകൊണ്ട് നെയ്യ് അതിൽ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും പുരട്ടി കൊടുക്കുക. നെയ്യ് പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. കുക്കർ ചൂടായിരിക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒഴിച്ച് നല്ല രീതിയിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ കുക്കറിനെ ചെറുതായി ഒന്ന് തട്ടി കൊടുക്കാം.
കാരണം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കുക്കർ ചൂടായത് കാരണമാണ് തൊടാൻ ബുദ്ധിമുട്ടുന്നത്. കുഴപ്പമില്ല. ഇനി അതിലേക്ക് ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് ബൂസ്റ്റ് എണ്ണ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് നമ്മൾ കേക്കായി വരുമ്പോഴേക്കും ഈ ഡിസൈൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. സിമ്പിൾ ഡിസൈനാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടായിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ കുക്കർ വെക്കുന്നത്. നേരിട്ട് തന്നെ കുക്കർ വെക്കുന്നില്ല. പാത്രത്തിൽ ചൂടാക്കിയ ശേഷം അതിൻ്റെ പുറത്ത് വെക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കേണ്ടത്. ഞാൻ വെച്ച് കഴിഞ്ഞു. ഒരു 25 മിനിറ്റ് മതിയാവും നമുക്ക് കേക്കായി വരാൻ. നമ്മുടെ കേക്ക് ആയിട്ടുണ്ടോ എന്ന് കുക്കർ തുറന്ന് നോക്കാം. 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് കുത്തി നോക്കാം. ഡ്രൈ ആയി തന്നെ വരികയാണെങ്കിൽ അതിൽ പൊട്ടിപ്പിടിച്ചൊന്നും ഇരിപ്പില്ല. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്.